guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി പഠിക്കാനായിട്ട് കർണാടകയിലുള്ള ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലുള്ള ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറക്കാതെ ഒന്ന് കാണുക. മാത്രമല്ല ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ ത്രൂ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അതെല്ലാം ലഭിക്കാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, 3D പ്രിന്റിംഗ് എന്നിവയുടെ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മാറിയ ഒരു കോഴ്സാണ് റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി. ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാറ്റഗറി കൂടിയാണ് ഈ റേഡിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഇമാജിംഗ് ടെക്നോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബോഡിയെ വ്യൂ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഇന്റേണലി മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനും അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും ഒരു റേഡിയോളജിസ്റ്റിനും മെഡിക്കൽ ടെക്നീഷ്യനും സാധിക്കുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടും അത് മാത്രമല്ല വളരെ എളുപ്പത്തിലും പഠിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോഴ്സാണ് റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി. ഇതിൽ കേരളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും, പുറമെയുള്ള സംസ്ഥാനങ്ങളിലും സാധിക്കും. എന്നാൽ കേരളത്തിലെ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. അതും ഒരു 75 മുതൽ 95 വരെയുള്ള സീറ്റിന്റെ ഉദ്ദേശത്തിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് 50% മാർക്ക് നിങ്ങൾ +2 ബയോളജിയിൽ നേടണമെന്നുള്ള ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്താൽ കൂടിയും പലപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ പോകും. കാരണം കോമ്പറ്റീഷൻ വളരെയധികം ഹൈ ആണ്. പഠിക്കാൻ വളരെ എളുപ്പമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ പലപ്പോഴും സീറ്റ് അവൈലബിലിറ്റി ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ പലർക്കും അവരുടെ ഈ ഒരു ഡ്രീം കരിയർ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കർണാടകയിൽ ഒരുപാട് കോളേജസ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. കർണാടകയിൽ ബാംഗ്ലൂർ, മാംഗ്ലൂർ, മൈസൂർ എന്നീ ടോപ്പ് സിറ്റികളിൽ നിങ്ങൾക്ക് ഇനി BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി പഠിക്കാം. അതും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസോടും കൂടി. ഇനി ഫെസിലിറ്റീസ് എന്താണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിക്കുന്നത് ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ക്യാമ്പസിൽ തന്നെ ആയിരിക്കണം. കാരണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അവർ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങളിൽ പലരും ഇന്ത്യക്ക് പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകുന്നതിന് അതൊരു തടസ്സമായിട്ട് മാറും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് പുറത്തു പോയാലും ഇന്ത്യക്ക് അകത്തായാലും ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാലറിയിൽ നിങ്ങൾ വരണം. അല്ലെങ്കിൽ അത്രയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാലറി പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് ഫെസിലിറ്റീസ് കൂടി പഠിക്കുന്ന കാലയളവിൽ ലഭിക്കുന്നുണ്ടായിരിക്കണം. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി. നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അത് മെഡിക്കൽ കോളേജ് ആയാലും സ്വന്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ആയാലും. ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ടോപ്പ് ക്യാമ്പസുകളിലെ ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡ് ആയിട്ടെങ്കിലും അവർ പ്രവർത്തിക്കുന്നതായിരിക്കണം. ഇനി ക്ലിനിക്കൽ എക്സ്പോഷർ വളരെയധികം മാൻഡേറ്ററി ആണ്. ഒരു 4 വർഷത്തെ കോഴ്സായിട്ട് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഇതിൽ 3 വർഷം നിങ്ങൾക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ലഭിക്കുകയും അതിനുശേഷമുള്ള 1 വർഷം നിങ്ങൾ ഇന്റേൺഷിപ്പിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ മികച്ച സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിന് ഉറപ്പായിട്ടും കഴിയണം. കാരണം നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് വരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെ മികച്ച രീതിയിൽ തന്നെ തരുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കണം. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഇത് മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സുകൾ തരുന്ന ഒരു ക്യാമ്പസ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. അതിൽ നോ കോംപ്രമൈസ്. സോ നിങ്ങൾ പലപ്പോഴും കേരളത്തിൽ സീറ്റ് കിട്ടാതെ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കർണാടകയാണ്. കാരണം കർണാടകയിൽ നിരവധി കോളേജുകളാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂർ, മൈസൂർ പോലെയുള്ള സിറ്റികളിൽ നിങ്ങൾ പഠിക്കുന്നത് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ക്യാമ്പസുകൾ ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ഏതൊക്കെ ക്യാമ്പസുകളാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് MS രാമയ്യ മെഡിക്കൽ കോളേജ്. ഇവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, മാത്രമല്ല അവരുടെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് NIRF റാങ്കിങ്ങിൽ ഓൾ ഇന്ത്യ 43rd റാങ്ക് കിട്ടിയിട്ടുള്ള ക്യാമ്പസ് ആണ്. മാത്രമല്ല
രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അഫിലിയേഷനിൽ വരുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ്. അടുത്തതാണ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. ഇത് കർണാടകയിലെ വൺ ഓഫ് ദ ടോപ്പ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് ക്യാമ്പസ് ആണ് രാജരാജേശ്വരി. അടുത്തതാണ് എനപ്പോയ യൂണിവേഴ്സിറ്റി. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല ഓവറോൾ നമ്മുടെ കൺട്രിയിൽ 100 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ അതിൽ 95th റാങ്ക് നേടിയിട്ടുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് എനപ്പോയ എന്ന് പറയുന്നത്. ഇവർക്ക് മെഡിക്കൽ കോളേജും ഓൺ ഹോസ്പിറ്റലും ഇല്ല, പക്ഷേ ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് എനപ്പോയ. ഇനി ഇത് കൂടാതെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, മഞ്ജുശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, MBJ മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, RR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് തുടങ്ങിയ കോളേജസും നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള ടോപ്പ് ഓപ്ഷൻസ് ആണ്. ഇനി നമ്മൾക്ക് ബാംഗ്ലൂരിൽ ഈ ഒരു കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസോടുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് അത്തേന ഹോസ്പിറ്റൽ. ഇത് ഒരു സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ഹോസ്പിറ്റൽ ആണ്. ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് വിത്ത് അക്കാഡമിക് എക്സലൻസ് ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് സേഫ്റ്റി ആണ് ഇവരുടെ ഉറപ്പ്. അടുത്തതാണ് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു സെൽഫ് ഗവേണിംഗ് യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല ഇവര് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അടുത്തതാണ് AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് ക്യാമ്പസ് ആണ്. ക്വാളിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് എന്നുള്ളതാണ് ഇവരുടെ ഉറപ്പ്. അടുത്തതാണ് എനപ്പോയ മെഡിക്കൽ കോളേജ്. ഇത് വൺ ഓഫ് ദ ടോപ്പ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉറപ്പ് തരുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് ഇത്. നമ്മൾ ബാംഗ്ലൂരിലും ഉള്ള ടോപ്പ് കോളേജസ് ഫോർ BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി നോക്കി. ഇനി മൈസൂരിൽ നമുക്ക് ഏതൊക്കെ ക്യാമ്പസുകളാണുള്ളത് എന്ന് കൂടി ഒന്ന് നോക്കാം. JSS മെഡിക്കൽ കോളേജ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ അഫിലിയേഷനിൽ വരുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള NAC അക്രഡിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ക്യാമ്പസുകളിൽ ഒന്നാണ് JSS. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബാംഗ്ലൂർ, മൈസൂർ എന്നിവയിൽ, അതായത് ഓവറോൾ കർണാടകയിൽ നിങ്ങൾക്ക് BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന ടോപ്പ് കോളേജസ് എന്ന് പറയുന്നത്. ഇനി മികച്ചതായി ഇനിയും കോളേജസ് ഉണ്ട്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കോളേജസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഏത് കോളേജ് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഉടനെ തന്നെ കൺഫ്യൂഷൻസ് യാതൊന്നുമില്ലാതെ ചൂസ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനൽ ത്രൂ ഞങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക.